അങ്ങനെ ഇപ്പോൾ കാണിക്കുന്നത് കടലിൻ്റെ നടുവിൽ കിടക്കുന്ന ഒരു കപ്പലിലേക്ക് കയറി ചെല്ലുന്ന നമ്മുടെ അക്വാമാനെയാണ്. ആ കപ്പലിൽ എന്തോ തകരാറ് സംഭവിച്ച് കാണുമെന്നും അതുകൊണ്ട് ആ കപ്പലിലെ ആളുകളെല്ലാം രക്ഷിക്കണമെന്നൊക്കെ വിചാരിച്ചാണ് അക്വാമാൻ ഇപ്പോൾ ആ കപ്പലിലേക്ക് കയറി ചെന്നത്. എന്നാൽ ആ കപ്പലിലെ ഒരു കാഴ്ച കണ്ട് അക്വാമാൻ ഞെട്ടിപ്പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ കപ്പലിലുള്ള ആളുകളെല്ലാം സോംബികളായി മാറിയിരിക്കുകയാണ്. അവരെല്ലാവരും ഇപ്പോൾ അക്വാമാനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഭൂമിയിൽ കുറച്ചു നേരം മുമ്പുണ്ടായ സോംബി പ്രശ്നത്തെ പറ്റിയൊന്നും അക്വാമാൻ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ അക്വാമാൻ ആ സോംബികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാനായി ഇപ്പോൾ നോക്കുന്നുണ്ടെങ്കിലും ആ സോംബികൾ ആരും അക്വാമാനെ വിടുന്നില്ല. രക്ഷപ്പെടുവാനായി കപ്പലിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി അക്വാമാൻ്റെ പുറകെ സോംബികളും ചാടുകയാണ്. പിന്നീട് ഇതേ സമയം സൂപ്പർമാനെയും ലോയിസിനെയുമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ അവർ രണ്ടുപേരും ജോനഥനെയും ഡേമിനെയും കൂട്ടിക്കൊണ്ട് അവർ ജോലി ചെയ്യുന്ന ഡെയിലി പ്ലാനറ്റ് എന്ന ന്യൂസ് ചാനലിൻ്റെ കെട്ടിടത്തിലേക്ക് ചെല്ലുവാൻ തയ്യാറാവുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഡെയിലി പ്ലാനറ്റിലുള്ള പഴയ മോഡൽ ടിവിയുടെയും പിന്നെ റേഡിയോയിലൂടെയും ഈ സോംബി വൈറസിൻ്റെ കാര്യം ഇതൊന്നും അറിയാത്ത ജനങ്ങളെ അറിയിക്കുവാനാണ് സൂപ്പർമാനും ലോയിസും അങ്ങോട്ടേക്ക് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നീട് ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് ഈ സോംബി വിഷയത്തെ പറ്റിയൊന്നും അറിയാതെ നിൽക്കുന്ന ഹാർലി ക്വിനെയും പോയിസൺ ഐവിയുമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ അവർ രണ്ടുപേരും ജോക്കർ താമസിക്കുന്ന വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഹാർലി ക്വിനും പോയിസൺ ഐവിയും തമ്മിൽ ഇപ്പോൾ ഇഷ്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹാർലി ക്വിനും പോയിസൺ ഐവിയും ഒന്നിച്ച് ജീവിക്കുവാനായി തീരുമാനിച്ചത് കൊണ്ട് ഹാർലി ക്വിൻ്റെ കാമുകനായ ജോക്കറിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ജോക്കറുമായുള്ള റിലേഷൻഷിപ്പ് എല്ലാം നിർത്തുവാനാണ് ഹാർലി ക്വിൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ പോയിസൺ ഐവി നീ പോയി കാര്യങ്ങളെല്ലാം ജോക്കറിനോട് പറഞ്ഞ് എല്ലാം അവസാനിപ്പിച്ച് എൻ്റെ സിറ്റിയിലുള്ള ബോട്ടോണിക്കൽ ഗാർഡനിലേക്ക് വരുവാനും ഞാൻ അവിടെ നിന്നെ കാത്തിരിക്കുമെന്ന് ഹാർലി ക്വിനോട് പറഞ്ഞിട്ട് പോയിസൺ ഐവി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഹാർലി ക്വിൻ ആ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ കയറി അവിടെ TV കണ്ടുകൊണ്ട് പുറം തിരിഞ്ഞിരിക്കുന്ന ജോക്കറിനോട് ഞാനും പോയിസൺ ഐവിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുവാൻ തീരുമാനിച്ചുവെന്നും അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ബന്ധം ഇവിടെ ഉപേക്ഷിക്കാമെന്ന് ഹാർലി ക്വിൻ ജോക്കറിനോട് ഇപ്പോൾ പറയുകയാണ്. പക്ഷെ ഇപ്പോൾ ഹാർലി ക്വിൻ പറഞ്ഞതെല്ലാം ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് സോംബിയായി മാറിയിരുന്ന ജോക്കറായിരുന്നു. പിന്നീട് ഇനി കാണിക്കുന്നത് മറ്റൊരു കാട് പോലത്തെ ഒരു സ്ഥലത്തിരിക്കുന്ന ഗ്രീൻ ആരോ, ബ്ലാക്ക് കാനറി, ഗ്രീൻ ലാന്റേൺ എന്നിവരെയാണ്. നേരത്തെ ഡാർക്ക് സൈഡിനെ തോൽപ്പിച്ചതിൻ്റെ സന്തോഷത്തിൽ അവർ മൂന്നുപേരെയും ഇപ്പോൾ ആ കാടിൻ്റെ നടുക്കിരുന്ന് ആഘോഷിക്കുകയാണ്. അങ്ങനെ ആഘോഷിക്കുന്നതിൻ്റെ ഇടയിൽ തൻ്റെ ഫോൺ എടുത്ത് നോക്കിയ ഗ്രീൻ ലാന്റേൺ ആ ടെക്നോ ഓർഗാനിക് വൈറസ് കാരണം ഒരു സോംബിയായി മാറിയിട്ട് അവിടെയുള്ള ഗ്രീൻ ആരോയെയും ബ്ലാക്ക് കാനറിയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഗ്രീൻ ലാന്റേൺ ഒരു സോംബിയായി മാറിയത് കണ്ട് ഗ്രീൻ ആരോയും ബ്ലാക്ക് കാനറിയും ഞെട്ടിപ്പോവുകയാണ്. പക്ഷെ ഇപ്പോൾ ആ ബ്ലാക്ക് കാനറി എന്ന പെണ്ണ് തൻ്റെ സൂപ്പർ സോണിക് സൗണ്ട് ഭയങ്കര പവർഫുള്ളായി ഗ്രീൻ ലാന്റേണിൻ്റെ നേരെ ഉപയോഗിച്ച് ഗ്രീൻ ലാന്റേണിനെ കൊല്ലുകയാണ്. ഇല്ലെങ്കിൽ സോംബിയായി മാറിയ ഗ്രീൻ ലാന്റേൺ ബ്ലാക്ക് കാനറിയെയും ഗ്രീൻ ആരോയെയും കൊല്ലുമായിരുന്നു. പിന്നീട് ഇതേ സമയം ഡെയിലി പ്ലാനറ്റ് എന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ സൂപ്പർമാനും ജോനഥനും ലോയിസിനെയും ഡേമിനെയും കൊണ്ട് പറന്നെത്തുകയാണ്. അപ്പോൾ തന്നെ ലോയിസ് വേഗം ആ കെട്ടിടത്തിലുള്ള പഴയ മോഡൽ TVയും റേഡിയോയും ഉപയോഗിച്ച് എല്ലാവരെയും സോംബി വിഷയം അറിയിക്കുവാനായി ആ കെട്ടിടത്തിനുള്ളിൽ കയറുവാനായി പോയതും പെട്ടെന്ന് സൂപ്പർമാൻ ലോയിസിനെ തടഞ്ഞു നിർത്തിയിട്ട് തൻ്റെ എക്സ്റേ വിഷൻ ഉപയോഗിച്ച് ആ കെട്ടിടത്തിൻ്റെ അകത്ത് നോക്കിയതും ആ കെട്ടിടത്തിലുള്ള എല്ലാവരും ഇപ്പോൾ സോംബികളായി മാറിയിരിക്കുന്ന കാര്യം സൂപ്പർമാൻ ലോയിസിനോട് പറയുകയാണ്. മാത്രമല്ല ഇപ്പോൾ എന്തോ ശബ്ദം കേട്ടിട്ട് നമ്മുടെ സൂപ്പർമാൻ ലോയിസിൻ്റെയും ഡേമിൻ്റെയും സംരക്ഷണം ജോനഥനെ ഏൽപ്പിച്ചിട്ട് വേഗം ആ സൗണ്ട് വന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ പിന്നീട് ഇപ്പോൾ കാണിക്കുന്നത് മരിച്ചു കിടക്കുന്ന ഗ്രീൻ ലാന്റേണിനെ നോക്കി നിൽക്കുന്ന ബ്ലാക്ക് കാനറിയെയും ഗ്രീൻ ആരോയുമാണ്. മാത്രമല്ല ഇപ്പോൾ ഗ്രീൻ ലാന്റേൺ മരിച്ചതും പുള്ളിക്കാരൻ്റെ കൈവിരലിൽ കിടക്കുന്ന ഗ്രീൻ ലാന്റേണിന് പവർ നൽകുന്ന ആ മോതിരം ഇപ്പോൾ സ്വയം ഗ്രീൻ ലാന്റേണിൻ്റെ വിരലിൽ നിന്ന് ഊരി പോന്നിട്ട് ബ്ലാക്ക് കാനറിയുടെ വിരലിലേക്ക് ചെന്ന് കയറി പുള്ളിക്കാരിയെ ഒരു ഗ്രീൻ ലാന്റേൺ ആക്കി മാറ്റുകയാണ്. എന്നാൽ ബ്ലാക്ക് കാനറി ആണെങ്കിൽ തനിക്ക് പവേഴ്സ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ആ മോതിരം ഊരി മാറ്റാനായി പോയതും ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്ന സൂപ്പർമാൻ അത് ഊരി മാറ്റണ്ടായെന്നും നമുക്കതുകൊണ്ട് ആവശ്യമുണ്ടെന്നും ബ്ലാക്ക് കാനറിയോട് പറയുകയാണ്. അങ്ങനെ സോംബി കാര്യങ്ങളെല്ലാം ബ്ലാക്ക് കാനറിയോടും ഗ്രീൻ ആരോയോടും പറഞ്ഞ് അവരെ രണ്ടുപേരെയും സൂപ്പർമാൻ ലോയിസും മറ്റുള്ളവരും നിൽക്കുന്ന ഡെയിലി പ്ലാനറ്റിൻ്റെ മുകളിലേക്ക് കൊണ്ടുചെല്ലുകയാണ്. അവിടെ എത്തിയതും നമ്മുടെ ഡേമിയൻ തനിക്ക് റേഡിയോ വഴി ബാറ്റ്മാനെ കോൺടാക്റ്റ് ചെയ്യുവാൻ സാധിച്ചുവെന്ന കാര്യം സൂപ്പർമാനോട് പറയുകയാണ്. അപ്പോൾ അതിനർത്ഥം നമ്മുടെ ബാറ്റ്മാൻ സോംബികളായി മാറിയ നൈറ്റ് വിങ്ങിനെയും ടിം ഗ്രേക്കിനെയും അഥവാ റോബിനെയും കൊന്നുകളഞ്ഞുവെന്നാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബാറ്റ്മാൻ ആണെങ്കിൽ തനിക്കിനി അധികം സമയമൊന്നുമില്ല എന്നും താനും ഇപ്പോൾ ഒരു സോംബിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും മിസ്റ്റർ ഫ്രീസർ എന്ന ഒരു സൂപ്പർ വില്ലൻ്റെ സ്യൂട്ട് ധരിച്ച് നിൽക്കുന്നത് കൊണ്ട് ആ സ്യൂട്ടിലെ തണുപ്പ് കാരണമാണ് താൻ പെട്ടെന്ന് സോംബി ആകാത്തതെന്നും ബാറ്റ്മാൻ എല്ലാവരോടും റേഡിയോ വഴി പറയുകയാണ്. ഇപ്പോൾ അത് കേട്ട് സൂപ്പർമാനും ബാക്കിയുള്ളവരെ ആകെ ഞെട്ടിപ്പോവുകയാണ്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ സോംബികളായി മാറിയ നൈറ്റ് വിങ്ങിൻ്റെയും റോബിൻ്റെയും കടിയേറ്റത് കൊണ്ടും മുറിവുകൾ ഉണ്ടായത് കൊണ്ടുമാണ് ബാറ്റ്മാൻ ഇപ്പോൾ ഒരു സോംബിയായി മാറുവാൻ തുടങ്ങുന്നത്.
ഇപ്പോൾ ബാറ്റ്മാൻ ഒരു സോംബിയായി മാറിയാൽ ഈ പ്രശ്നങ്ങളെല്ലാം എങ്ങനെ തടയുമെന്നും ബാറ്റ്മാന് മാത്രമാണ് എത്ര വലിയ പ്രശ്നത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കുവാനുള്ള വഴി കണ്ടെത്തുവാൻ സാധിക്കുള്ളൂവെന്ന വിശ്വാസമുള്ളതുകൊണ്ടും പിന്നെ ജസ്റ്റിസ് ലീഗിൻ്റെ അടിത്തറയായ ബാറ്റ്മാൻ ഈ ഗതി വന്നത് ഓർത്തുമാണ് എല്ലാവരും ഇപ്പോൾ സങ്കടപ്പെടുന്നത്. അങ്ങനെ ഇപ്പോൾ സങ്കടപ്പെട്ട് നിൽക്കുന്ന സൂപ്പർമാനോട് നീ സങ്കടപ്പെടരുതെന്നും ഇനി ഈ ഭൂമിയെ രക്ഷിക്കണമെങ്കിൽ ഈ വൈറസ് ബാധിച്ചവരെയും പിന്നെ ഈ ഇന്റർനെറ്റിനെയും നശിപ്പിക്കണമെന്ന് ബാറ്റ്മാൻ സൂപ്പർമാനോട് പറയുകയാണ്. മാത്രമല്ല തൻ്റെ മകനായ ഡേമിയനോട് ഞാൻ നിനക്ക് ആൽഫ്രഡിൻ്റെ കയ്യിൽ ഒരു സാധനം കൊടുത്തിട്ടുണ്ടെന്നും നീ ഇവിടെ വരുമ്പോൾ ഞാൻ ജീവനോടെ കാണില്ല എന്നും ഡേമിയനോട് പറഞ്ഞ് ബാറ്റ്മാൻ ആ റേഡിയോ വഴിയുള്ള കോണ്ടാക്റ്റ് ഓഫാക്കുകയാണ്. അത് കേട്ട് ഡേമിയന് ഒരുപാട് സങ്കടമാവുകയും ചെയ്യുന്നു. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ബാറ്റ്മാൻ ആണെങ്കിൽ മുഴുവനായി ഒരു സോംബിയായി മാറിയിട്ട് തൻ്റെ പുറകിൽ തോക്കുമായി നിൽക്കുന്ന ആൽഫ്രഡിനെ കൊല്ലാനായി പോകുവാൻ തുടങ്ങിയതും അപ്പോൾ തന്നെ സോംബിയായി മാറുന്ന നിമിഷം തന്നെ ബാറ്റ്മാനെ കൊല്ലാൻ ബാറ്റ്മാൻ തന്നെ ആൽഫ്രഡിൻ്റെ കയ്യിൽ കൊടുത്ത തോക്ക് ഉപയോഗിച്ച് ആൽഫ്രഡ് ഇപ്പോൾ എന്നോട് ക്ഷമിക്കണേ മോനെ എന്ന് ബാറ്റ്മാനോട് പറഞ്ഞ് ബാറ്റ്മാനെ വെടിവെച്ച് കൊല്ലുകയാണ്.